അപ്പോൾ ഇനി CFF-ൽ മൊഡ്യൂൾ 6 ആണ് നമ്മൾ നോക്കാനുള്ളത്. മൊഡ്യൂൾ 6-ൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തിയറിയാണ്. അപ്പോൾ തിയറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെറുതെ എന്തെങ്കിലും എഴുതി വെക്കാനല്ല, അങ്ങനെ വെക്കരുത്. നമുക്ക് കറക്റ്റ് കാര്യങ്ങൾ എന്താണെന്ന് നോക്കി തന്നെ എന്ത് ചെയ്യണം, പഠിച്ചു പോകണം. അപ്പോൾ തിയറി ടോപ്പിക് ആയതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പം ഒരു ചെറിയൊരു നോട്ട് പോലെ ചെയ്തിട്ട് ഈ നോട്ട്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ തന്നെ നോട്ട്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അതിൻ്റെ PDF അവൈലബിൾ ആയി ഡ്രൈവിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടേക്കാം. എന്നിട്ട് ആ നോട്ട്സ് കയറി കണ്ടാൽ മതി. അപ്പോൾ ഈ ഒരു മൊഡ്യൂൾ 6-ൻ്റെ അപ്പോൾ ഞാനിപ്പോൾ കറക്റ്റ് ഓർഡറിലല്ല നമ്മളിപ്പോൾ മൊഡ്യൂൾ 6 ഞാനിപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും കറക്റ്റ് ഓർഡറിലല്ല. ബാക്കി ഇത് ഓർഡറിലെന്നല്ല, എല്ലാം പാർട്ടൊക്കെ നെയിം ചെയ്ത് ഞാൻ റീനെയിം ചെയ്തുകൊണ്ടിരിക്കുക. കാര്യം ചിലതൊക്കെ വീഡിയോ ക്വാളിറ്റീസൊക്കെ കുറവാണ് പണ്ട് റെക്കോർഡ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സാധനങ്ങൾ റീപ്ലേസ് ചെയ്ത് ബാക്കി ഒരു ചെറിയൊരു ഓർഡറിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ 10-26ഓളം വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ചെറിയ ചെറിയ ലെന്തൊക്കെ ഉള്ളതാണ്. നമുക്ക് ആക്ച്വലി ഒരു 10, 11, 12 വീഡിയോസിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഫുൾ പോർഷൻ കംപ്ലീറ്റ് ചെയ്യിക്കാൻ പറ്റുന്നത്. തിയറി പഠിക്കാൻ അത്ര വീഡിയോസ് തന്നെ വേണമെന്നില്ല, തിയറി അല്ല കൺസെപ്റ്റ് മനസ്സിലാക്കാൻ. അപ്പോൾ അത്രയും വീഡിയോസിനകത്ത് തന്നെ ഞാനിത് ചെയ്ത് തീർക്കുന്ന രീതിയിൽ ഇതിന് റീഅറേഞ്ച്മെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ചില വീഡിയോസൊക്കെ ഇപ്പോൾ പോകുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും ശനി ഞായർ കൊണ്ട് ഇതെന്തായാലും കംപ്ലീറ്റ് ആവും. നിങ്ങൾക്ക് തിങ്കൾ ചൊവ്വാഴ്ച കഴിഞ്ഞിട്ട് അപ്പോൾ ചൊവ്വാഴ്ച ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ഒരു ദിവസം കൊണ്ട് പഠിക്കാവുന്നവർക്കും പഠിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇതിലെ വീഡിയോസ് എന്ന് പറയുന്നത് അപ്ഡേറ്റഡ് ആവും. അപ്പോൾ അത് ഞാൻ വേറെ പരിപാടികളൊക്കെ മാറ്റിവെച്ച് ഇന്ന് നാളെയും മറ്റന്നാളുമായിട്ട് അതും കംപ്ലീറ്റ്. അപ്പോൾ അതിനു മുമ്പ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആ 6th മൊഡ്യൂൾ അങ്ങ് തീർക്കണം. കാര്യം 6th മൊഡ്യൂളിൽ നമുക്ക് വേണ്ട തിയറിയാണ്. നമുക്ക് പ്രധാനപ്പെട്ട തിയറീസ് മാത്രം ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഇവിടെ ഒന്ന് നിങ്ങളെ ചോദിക്കുമ്പം അത് അതിൻ്റേതായ രീതിയിൽ എഴുതിയാലേ നമുക്ക് 10 മാർക്ക് ഇൻഷുർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ എന്തെങ്കിലും എഴുതി വെച്ചിട്ട് കാര്യമില്ല. അപ്പം അത് ഞാൻ നോട്ട് പോലെ തന്നെ എഴുതിയിട്ട് ആ നോട്ടിൻ്റെ അപ്ഡേഷൻ, ആ നോട്ടിൻ്റെ PDF എന്ന് പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും, ഡിസ്ക്രിപ്ഷനിലുണ്ടാകും. അപ്പോൾ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് നേരെ ഡയറക്റ്റ് ഇതിലേക്ക് പോകാം. അപ്പോൾ ബാക്കി ഞാനൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് പറഞ്ഞ് ചെയ്തതെന്ന് പറഞ്ഞാൽ ആക്ച്വലി സ്റ്റഡി പ്ലാനാണ്, എങ്ങനെ CFF അപ്രോച്ച് ചെയ്യണമെന്നുള്ളത്. ഒരിക്കലും CFF കളഞ്ഞു കളയരുത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു സാധനമാണ്, ചുമ്മാ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതാണ് നിങ്ങൾ തിങ്ക് ചെയ്ത്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് മൊഡ്യൂളിൽ ഫ്ലോ വിഷ്വലൈസേഷനാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഫ്ലോ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമുക്ക് ആക്ച്വലി പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്ലോ പാറ്റേൺസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, അതായത് നമ്മളിപ്പോൾ ഗ്യാസ് എന്ന് പറയുന്നത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഈ ഫ്ലോ പാറ്റേൺസിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ്ലി ഒബ്സർവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അതൊരു ആർട്ടിഫിഷ്യൽ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് അതിന് വിസിബിലിറ്റി കൂട്ടണം, അല്ലെങ്കിൽ അത് വിസിബിൾ ആക്കണം. എക്സാമ്പിൾ നമുക്ക് എന്തുവാണ്, സ്മോക്കൊക്കെ ഉപയോഗിച്ചിട്ട്, അതായത് കളേർഡ് സ്മോക്കൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഫ്ലോ നടക്കുന്നതൊക്കെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഫ്ലോയിനെ എന്ത് ചെയ്യണം, വിഷ്വലൈസ് ചെയ്തെടുക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. സോ ഫ്ലോ വിഷ്വലൈസേഷൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഫ്ലോ പാറ്റേൺ കനോട്ട് ബി ഡയറക്ട്ലി ഒബ്സർവ്ഡ്, സോ ഇറ്റ് ഈസ് നെസസറി ടു മേക്ക് ദ ഫ്ലോ ആർട്ടിഫിഷ്യലി വിസിബിൾ. ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചിട്ട് സച്ച് ആസ് ഷാഡോഗ്രാഫ്, നമ്മൾ പഠിക്കാൻ പോകുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നെന്ന് പറയുന്നത് ഷാഡോഗ്രാഫ്, Schlieren apparatus and interferometer are used for studying the flow phenomena. ആ ഫ്ലോ ഫിനോമിന സ്റ്റഡി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ 3 പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇത് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് റേസ് വെച്ചിട്ട് ഉള്ള ഫ്ലോ പാറ്റേൺസ് ഒക്കെ സ്റ്റഡി ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഡെൻസിറ്റി വേരിയേഷൻ വെച്ചിട്ട്, അതായത് നമ്മുടെ ഫ്ലോ നടക്കുമ്പോഴത്തേക്ക് അവിടെ ഉണ്ടാകുന്ന ഡെൻസിറ്റിക്ക് ഉണ്ടാകുന്ന വേരിയേഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു മെത്തേഡ്സ് ഉപയോഗിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ ഡെൻസിറ്റിക്ക് ഉണ്ടാകുന്ന വേരിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോയുടെ ഡെൻസിറ്റി വേരിയേഷൻസ് ആണ് ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആ ഡെൻസിറ്റി വേരിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിഷ്വലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഷാഡോഗ്രാഫ്, Schlieren apparatus, ഇൻ്റർഫെറോമീറ്ററൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഡെൻസിറ്റി വേരിയേഷൻ ടെക്നിക്സിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, അഥവാ നമ്മുടെ ഷാഡോഗ്രാഫ്, Schlieren apparatus, ഇൻ്റർഫെറോമീറ്ററിൻ്റെയൊക്കെ സിഗ്നിഫിക്കൻസ് എന്താണ്? അപ്പോൾ ഡെൻസിറ്റിക്ക് ഉണ്ടാകുന്ന എ വേരിയേഷൻ ഇൻ ഡെൻസിറ്റി ഓഫ് ഗ്യാസ് പ്രൊഡ്യൂസ് കറസ്പോണ്ടിങ് ചേഞ്ച് ഇൻ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഗ്യാസ്. അതായത് നമുക്കറിയാം, നമ്മൾ കുഞ്ഞു ക്ലാസ് പഠിച്ചിട്ടുണ്ട്, നമുക്കിവിടെ ഒരു പെർട്ടിക്കുലർ മീഡിയം ഉണ്ടെന്ന് നോക്കാം. ഇവിടെ ഒരു ഗ്ലാസ് എടുത്ത് വെക്കുകയാണെങ്കിൽ ഇവിടുന്ന് ലൈറ്റ് റേ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ പാത്തി വന്നു കഴിഞ്ഞാൽ ഈ അടുത്ത മീഡിയത്തിലേക്ക് കടക്കുമ്പോഴത്തേക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യും, റിഫ്രാക്ഷൻ സംഭവിക്കും, അതിൻ്റെ പാത്തിന് ഡീവിയേഷൻ സംഭവിക്കും. അപ്പോൾ അതിന് കാരണമെന്ന് പറയുന്നത് ഇതിന് രണ്ട് ഡെൻസിറ്റിയിലുള്ള മെറ്റീരിയൽസ് ആയതുകൊണ്ടാണ്. അഥവാ ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് പറയാം, 2 മീഡിയത്തിനും ഡിഫറൻ്റ് ആണെന്ന് പറയാം. ഗ്ലാസ്സിന് വേറൊന്നാണ്, നമ്മുടെ എയറിന് വേറൊന്നാണ്. അതേമാതിരി നമ്മൾ പഠിക്കുന്ന കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോയിൽ ഗ്യാസ് എന്ന് പറയുന്നത്
ഫ്ലൂയിഡ് മീഡിയമാണ്. ആ ഫ്ലൂയിഡ് മീഡിയം, ഗ്യാസ് എന്ന് പറയുന്ന ഫ്ലൂയിഡ് മീഡിയൻ്റെ ഡെൻസിറ്റി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വേരിയേഷൻ എന്ന് പറയുന്നത് എന്തിന് കാരണമാവും? ഇറ്റ് ചേഞ്ചസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഗ്യാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചേഞ്ച് ചെയ്യും. അപ്പോൾ നമ്മളിപ്പം ഇങ്ങനെ ഒരു ഫ്ലോ പാറ്റേൺ എടുത്തിട്ട് ഇവിടെ കൂടെ ഗ്യാസിൻ്റെ ഫ്ലോ നടക്കുവാണെന്ന് വെക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ഫ്ലോയിൽ ഇവിടെ ഉള്ള ഗ്യാസിൻ്റെ ഡെൻസിറ്റി ആവണമെന്നില്ല, ഇവിടെ ഉള്ള ഡെൻസിറ്റി, അത് ഇവിടെ റോ 1 ഇവിടെ റോ 2 ആയിരിക്കും. സിൻസ് ദ ഡെൻസിറ്റി ഇസ് അറ്റ് ദീസ് 2 പോയിൻറ്റ്സ് ആർ ഡിഫറെൻറ്റ്, ദെൻ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വിൽ ബി ഡിഫറെൻറ്റ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫറെൻറ്റ് ആയതുകൊണ്ട് ദർ വിൽ ബി റിഫ്രാക്ഷൻ. അവിടെ റിഫ്രാക്ഷൻ, അതായത് നമ്മളൊരു ലൈറ്റ് റേ കടത്തി വിട്ടാൽ ദർ വിൽ ബി റിഫ്രാക്ഷൻ, അവിടെ റിഫ്രാക്ഷൻ സംഭവിക്കാം. അപ്പോൾ ഈ ഒരു ഡെൻസിറ്റി വേരിയേഷൻ റിഫ്രാക്ഷന് കാരണമാവും എന്നുള്ളൊരു കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡെൻസിറ്റി വേരിയേഷൻ ടെക്നിക്സ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒപ്റ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, ബൈ യൂസിങ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് നമുക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വി ക്യാൻ അവോയ്ഡ് യൂസിങ് പ്രോബ്സ്. അതായത് നമ്മൾ സാധാരണ പ്രോബ്സൊക്കെ ഇവിടെ കൊണ്ടുവെക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫ്ലോയ്ക്ക് അകത്ത് കൊണ്ടുവെക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ നീൽ പ്രോബ് അങ്ങനെയുള്ള സാധനം, അപ്പോൾ വലിയ പ്രഷർ പ്രോബൊക്കെ നമുക്ക് വേണം, പ്രഷർ ഇൻസ്ട്രുമെൻറ്റ്സ്, മെഷറിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ വി ഹാവ് ടു ഇൻസേർട്ട് ദാറ്റ് പ്രോബ്സ് ഇൻസൈഡ് ദ ഫ്ലോ ഫീൽഡ്. ആ ഫ്ലോ ഫീൽഡിനകത്ത് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് വെക്കണം. പക്ഷേ നമ്മുടെ ഒപ്റ്റിക്കൽ ടെക്നിക്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒബ്സ്ട്രക്ഷൻ നമുക്ക് ഒഴിവാക്കാം. നമുക്ക് ഫ്ലോ ഫീൽഡിനെ ഒബ്സ്ട്രക്റ്റ് ചെയ്യുന്ന രീതിയിൽ പ്രോബ്സിനെ നമുക്ക് അതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ഒരു സംഭവം നമുക്ക് ഒഴിവാക്കാം. അതുകൊണ്ട് ബൈ യൂസിങ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് വി ക്യാൻ അവോയ്ഡ് യൂസിങ് പ്രോബ്സ് ഇൻ ടു ദ ഫ്ലോ ഫീൽഡ്. അപ്പോൾ ഡെൻസിറ്റി വേരിയേഷൻ സ്റ്റഡി ചെയ്യാൻ വെറുതെ പ്രോബ്സ് അതിനകത്തേക്ക് കുത്തിക്കേട്ടേണ്ട കാര്യമൊന്നുമില്ല. വി ക്യാൻ എന്ത് ചെയ്യും, സ്റ്റഡി ബൈ യൂസിങ് എന്താണ് ദ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് വിത്തൗട്ട് ഡിസ്റ്റർബിങ് ദ ഫ്ലോ ഫീൽഡ്. സോ അതാണ് രണ്ടാമത്തെ മെയിനായിട്ടുള്ള പോയിന്റ്. അപ്പോൾ ഡെൻസിറ്റി വേരിയേഷൻ ടെക്നിക്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് വെനെവർ ഡെൻസിറ്റി വേരീസ് the refractive index changes. ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചേഞ്ച് ചെയ്യുന്നു എന്നുള്ള കൺസെപ്റ്റാണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സിൽ നമ്മുടെ ഒരു ലൈറ്റ് റേ കടത്തി വിട്ടാൽ ദർ വിൽ ബി റിഫ്രാക്ഷൻ. വി ഹാവ് ടു മെഷർ ദ എമൗണ്ട് ഓഫ് റിഫ്രാക്ഷൻ, അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് റിഫ്രാക്ഷൻ. ആ ഡിഗ്രി ഓഫ് റിഫ്രാക്ഷൻ എങ്ങനെയാണ്, ചിലപ്പോൾ അതിൽ ടൈമിൻ്റെ രൂപത്തിലാവാം, ചിലപ്പോൾ അതിന് ആംഗിൾ ഓഫ് ഡീവിയേഷൻ്റെ രൂപത്തിലാവാം, അല്ലെങ്കിൽ ആ ഒരു ലൈറ്റ് റേ എന്ന് പറയുന്ന ഡിസ്പ്ലേസ് എത്രത്തോളം ഡിസ്പ്ലേസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസിൻ്റെ രൂപത്തിലാവാം. അപ്പോൾ ഇങ്ങനെയുള്ള റിഫ്രാക്ഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ക്വാണ്ടിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്ത് അതിന് ഡെൻസിറ്റിക്ക് ഉണ്ടാകുന്ന വേരിയേഷൻ നമ്മൾ ചെയ്യുകയാണ് നമ്മൾ ഡെൻസിറ്റി വേരിയേഷൻ ടെക്നിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ വി ആർ അവോയ്ഡിങ് ദ യൂസേജ് ഓഫ് പ്രോപ്സ്. ദെയർഫോർ എന്താണ്, here we are not going to disturb the flow ഫീൽഡിനെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ആൻഡ് ദ ഫ്ലോ പാറ്റേൺ വിത്തൗട്ട് ഡിസ്റ്റർബൻസ് ടു ദ ഫ്ലോ ആണ് നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നത്, കിട്ടുന്നത്. വി വിൽ ബി ഗെറ്റിംഗ് എ ഫ്ലോ പാറ്റേൺ വിച്ച് വിൽ ബി ഗിവിംഗ് ദ ഡയറക്റ്റ് ഇൻഡിക്കേഷൻ ഓഫ് ഡെൻസിറ്റി വേരിയേഷൻ അറ്റ് എവറി പോയിന്റ് ഓഫ് ദ ഫ്ലോ ഫീൽഡ് വിത്തൗട്ട് ഡിസ്റ്റർബിങ് ദി ഫ്ലോ. അതായത് ഫ്ലോയിനെ ഡിസ്റ്റർബ് ചെയ്യാതെ തന്നെ ആ ഒരു പോയിന്റിലെ ഓരോ പോയിന്റിലുള്ള ഡെൻസിറ്റി വേരിയേഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഫ്ലോ പാറ്റേൺ അവിടെ കിട്ടും. അതെങ്ങനെ കിട്ടും എന്നുള്ളത് പിന്നത്തെ കാര്യം നമ്മുടെ പഠിത്തമാണ്. And above mentioned 3 instruments have common characteristics. ഇതിനെല്ലാം ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നാണ്, ബട്ട് സെർവ് ഡിഫറെൻറ്റ് ഫങ്ഷൻസ്. അപ്പം നിങ്ങൾ പരത്തി വായിച്ചു പോയാൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പോകുന്ന ഒരു സെൻറ്റൻസ് ആണിത്. ബട്ട് ദേ ആർ സെർവിങ് ഡിഫറെൻറ്റ് ഫങ്ഷൻസ്. അവരുടെ ഫങ്ഷൻസ് വ്യത്യാസമാണ്. കാര്യം ഷാഡോഗ്രാഫ് ആണെങ്കിൽ തരുന്നത് ഇറ്റ് ഗിവ്സ് ദ ഇൻഡിക്കേഷൻ ഓഫ് ചേഞ്ച് ഇൻ ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ്. ഡെൻസിറ്റിക്ക് ഉണ്ടാവുന്ന ഡെൻസിറ്റി ഗ്രേഡിയൻറ്റിൻ്റെ ചേഞ്ച്. ഡെൻസിറ്റി ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ചേഞ്ചാണ്. അതായത് ഡോ റോ ബൈ ഡോ ടി ആണ് ഡെൻസിറ്റി ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഡെൻസിറ്റി ഗ്രേഡിയൻ്റ് നമുക്ക് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ദ ചേഞ്ച് ഇൻ ഡെൻസിറ്റി വിത്ത് റെസ്പെക്ട് ടു ദ ടൈം. ചേഞ്ച് ഇൻ ഡെൻസിറ്റി ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ദ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് എന്താണ്, ഡെൻസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ ഡോ സ്ക്വയർ റോ ബൈ ഡോ സ്ക്വയർ ഡോ ടി സ്ക്വയർ എന്ന് പറയുന്നതിൻ്റെ വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ദ ലെന്ത്. അതായത് നമ്മളിപ്പോൾ ഒരു ഫ്ലോ ഫീൽഡ് എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു എന്തുണ്ടെന്ന് നോക്കുക, ഇവിടെ ഒരു പൈപ്പ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൽ കൂടെ ഫ്ലോ നടക്കുന്നുണ്ടെങ്കിൽ ഈ ഓവർ ദ ലെന്ത് ഇവിടെ ഡെൻസിറ്റിക്ക് ഉണ്ടാകുന്ന ഈ സെക്കൻഡ് ഡിഗ്രി, അതായത് ഡെൻസിറ്റി ചേഞ്ചസിനുണ്ടാവുന്ന ചേഞ്ച്, അതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് ഷാഡോഗ്രാഫ് വരുന്നത്. ഷാഡോഗ്രാഫ് വിൽ ബി ഗിവിംഗ് ദ സെക്കൻഡ് ഡെറിവേറ്റീവ് ഇൻഡിക്കേഷൻ അബൌട്ട് ദി ചേഞ്ച് ഇൻ ഡെൻസിറ്റി ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് വാട്ട് ഈസ് അബൌട്ട് ദ ഷ്ലീറൻ അപ്പാരറ്റസ്. ഷ്ലീറൻ അപ്പാരറ്റസ് എന്ന് പറയുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട സാധനം അത് ഉപയോഗിക്കുന്നതാണ്. ഇറ്റ് ഗിവ്സ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ്. അതായത് ഡെൻസിറ്റി ഗ്രേഡിയൻ്റെ ഇൻഡിക്കേഷൻ, അതായത് ഡോ റോ ബൈ ഡോ ടി വിത്ത് റെസ്പെക്ട് ടു ലെന്ത്. അതായത് നമ്മൾ ഈ ഫ്ലോ ഫീൽഡിൽ റോയ്ക്ക് ഉണ്ടാകുന്ന ചേഞ്ച് എങ്ങനെയാണ്, ഇവിടെ കൂടുകയാണോ കുറവാണോ, ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഡെൻസിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ച് കൂടുതലാണ് ഈ ഒരു പോയിന്റ് അല്ലേ, ഇവിടെ നിന്ന് ഇവിടെ എത്തുമ്പോൾ. അതാണ് ഇവിടെ ഈ ഒരു ഗ്രാഫ് തരുന്നത്. അപ്പോൾ അതായിരിക്കും ഈ ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങൾ ഈ ഒരു എക്സ് ആക്സിലും വൈ ആക്സിലും പറഞ്ഞിരിക്കുന്ന ക്വാണ്ടിറ്റീസ് ആർ ഇമ്പോർട്ടൻറ്റ്. ഷാഡോഗ്രാഫിൽ വി ആർ ഗെറ്റിംഗ് ദ ചേഞ്ച് ഇൻ ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ദ ലെന്ത് ഓഫ് ദ ഫ്ലോ ആൻഡ് ഹിയർ അല്ലെങ്കിൽ പൊസിഷൻ ഓഫ് ദ ഫ്ലോ.
here we are getting the density gradient, indication about the density gradient with respect to the length, and in interferometer we will be getting the direct density. അപ്പോൾ ഇത് റോ ആണ്. അപ്പോൾ എന്താണ്, it is used directly getting the density change directly കിട്ടാനായിട്ടാണ് interferometer ഉപയോഗിക്കുന്നത്. ദെൻ ഇപ്പോൾ ഇത്രയാണ് നമ്മൾ ഒരു ഫ്ലോ വിഷ്വലൈസേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന 3 ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻസിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ. നെക്സ്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സിംപ്ലി പറഞ്ഞാൽ ഒരു ഫ്ലോ ഫീൽഡിൽ ഡെൻസിറ്റി മാറിയ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാറും, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാറിയാൽ ഡെൻസിറ്റി മാറും, ഡെൻസിറ്റി മാറുമ്പോഴത്തേക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാറുന്നതുകൊണ്ട് അവിടെ എന്ത് സംഭവിക്കും, റിഫ്രാക്ഷൻ സംഭവിക്കും. ആ റിഫ്രാക്ഷൻ പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, മെഷർ ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ഡെൻസിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ചിനെ കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻ ദ മീഡിയം ഓഫ് ദ ഫ്ലോ ഫീൽഡ് ആൻഡ് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ത്രൂ ദ ഫ്ലോ ഫീൽഡ് ആർ ഫങ്ഷൻസ് ഓഫ് ദ ഫ്ലൂയിഡ് ഡെൻസിറ്റി ഇൻ ദ ഫ്ലോ ഫീൽഡ്. അതായത് ഫ്ലൂയിഡ് ഡെൻസിറ്റി മാറുന്നതനുസരിച്ച് ആ ഒരു ഫ്ലോ ഫീൽഡിൻ്റെ എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും അതേപോലെ ആ ഒരു മീഡിയത്തിൽ കൂടെ ഉള്ള വെലോസിറ്റി ഓഫ് ലൈറ്റിൻ്റെ വെലോസിറ്റിയും ഡെൻസിറ്റി മാറുന്നതനുസരിച്ച് മാറും. അപ്പം റിഫ്രാക്റ്റീവ് ഇൻഡെക്സും അതേസമയം ഡെൻസിറ്റി ഓഫ് ദ ഗ്യാസും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ n-1 ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്, n-1 റോ ആണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്, വിച്ച് ഈസ് എ കോൺസ്റ്റൻറ്റ്. അത് നമുക്ക് n = 1 + k × റോ എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്കൊരു n ഈസ് പ്രൊപ്പോർഷണൽ ടു റോ. That is, whenever the density refractive index changes, density also changes. That is, as the fluid density varies with the location of the and the time, then the refractive index also follows the similar variation എന്ന് പറഞ്ഞ് നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ആക്ച്വലി ദ പ്രിൻസിപ്പിൾ ഓഫ് എന്താണ് നമ്മുടെ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇനി ഈ ഒരു സാധനത്തിനെ നമ്മൾ എന്തിലേക്ക് കൊണ്ടുവരുന്നു, ഒരു ഫിഗറിൽ വരച്ച് നമ്മൾ എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്, എങ്ങനെയാണ് ഇതിൻ്റെ എന്താണ് പ്രിൻസിപ്പിൾ ഞാൻ ചെയ്യാൻ പോകുന്നത്, സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മൾ പ്രിൻസിപ്പിൾ. അപ്പോൾ ഈ ഒരു 3 സാധനം ചോദിച്ചാൽ, അതായത് നമ്മുടെ ഷാഡോഗ്രാഫോ അല്ലെങ്കിൽ ഇൻ്റർഫെറോമീറ്ററോ അല്ലെങ്കിൽ സ്ക്ലിയറിൻ അപ്പാരറ്റസോ, ഇത് 3 ചോദിച്ചാൽ ഫസ്റ്റ് നിങ്ങൾ എഴുതേണ്ടത് വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ഇറ്റ്. ഇത് കോമൺ ആണ്. ഡെൻസിറ്റി വേരിയേഷൻ ടെക്നിക്ക് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ 3 എണ്ണത്തിലും കോമൺ ആണ്. അതായത് ഷാഡോഗ്രാഫിലും സ്ക്ലിയറിലും ഇൻ്റർഫെറോമീറ്ററിലും കോമൺ ആണ്. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്ന സാധനവും കോമൺ ആണ്. പിന്നെ ഇത്രയും കാര്യങ്ങൾ കോമൺ ആയതിനു ശേഷം സ്ക്ലിയറിൻ അപ്പാരറ്റസിൽ എന്താണ് സിഗ്നിഫിക്കൻസ് എന്നും, പിന്നെ അടുത്ത സ്ക്ലിയറിൻ അപ്പാരറ്റസ് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഷാഡോഗ്രാഫിൽ എന്താണ് സിഗ്നിഫിക്കൻസ് എന്നും, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ എന്താണ് ഇൻ്റർഫെറോമീറ്ററിൽ എന്താണ് സിഗ്നിഫിക്കൻസ് എന്ന് മാത്രം പഠിച്ചു വെച്ചാൽ മതി. വലിയ സംഭവങ്ങളൊന്നുമില്ല. ഈ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് വരയ്ക്കാൻ പഠിക്കണമെന്നേ ഉള്ളൂ. എല്ലാത്തിലും ഓൾമോസ്റ്റ് സിമിലർ ആണ് കാര്യങ്ങളൊക്കെ. അപ്പം അതെങ്ങനെയാണ്, അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്നുള്ളത് പഠിച്ചു വെക്കുന്നത് ഉപയോഗമാണ്. ഇത് ഇത്രയും പഠിച്ചിട്ടേ ഇതിലേക്ക് പോകാവും. ചുമ്മാ വെറുതെ സ്ക്ലിയറിൻ അപ്പാരറ്റസ് എന്ന് പറഞ്ഞ് ഇത് മാത്രം പഠിച്ചു വെക്കരുത്. കാര്യം ഈ പറഞ്ഞ ഇത്രയും സാധനങ്ങൾ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് എന്താണ് എല്ലാ അപ്പാരറ്റസും. ഈ അപ്പാരറ്റസിൽ എൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് എഴുതാം. അത് കഴിഞ്ഞിട്ട് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു 10 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനിൽ ഇത്രയും കാര്യങ്ങൾ എഴുതി പോവുകയാണെങ്കിൽ 1 മാർക്കോ 1/2 മാർക്ക് പോലും ആരും കുറയ്ക്കത്തില്ല. കാര്യം ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് നിങ്ങൾ ആൻസർ ചെയ്യുവാണെങ്കിൽ ഇത് ഭയങ്കര സംഭവമൊന്നുമല്ല. ഇത് ജസ്റ്റ് ഒന്ന് ഒരു തവണ വായിച്ച് നോക്കി നിങ്ങൾക്ക് തന്നെ എഴുതാവുന്നേ ഉള്ളൂ. ഇതേ നോട്ട് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കയറി നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ പ്രിൻസിപ്പിൾ ഇത് കണ്ടിട്ട് ഞാൻ പറയാം. ഇതൊരു ഫ്ലോ നടക്കുന്ന സ്ഥലമാണ്. ഈ ഫ്ലോ നടക്കുന്ന സ്ഥലം ഇത് ഗ്ലാസ് ചേമ്പറാണ്. ഗ്ലാസ് വിൻഡോ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമുക്ക് ഇൻസുലേറ്റഡ് ആണെന്ന് പറയാം. അപ്പം ഇത് ഇൻസുലേറ്റഡ് ആണെങ്കിൽ, പക്ഷേ ഈ ഗ്ലാസ് ചേമ്പർ വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ അതെന്താണ്, കാണുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഇവിടെ നമ്മൾ സംഭവിക്കുന്നത് നോർമലി ഇവിടെ ഒരു ഫ്ലൂയിഡൊന്നും ഇല്ല എന്ന് വെക്കുക. ഫ്ലൂയിഡൊന്നും ഇല്ല എങ്കിൽ, ഒരു ഫ്ലൂയിഡും ഫ്ലോ ചെയ്യുന്നില്ല എങ്കിൽ ഇവിടെ കൂടെ പാത്ത് വന്നിട്ട് ഇവിടെ കൂടെ ലൈറ്റ് വന്നിട്ട് ഡയറക്റ്റ് S1 എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് ഒരു ഇമേജ് ഉണ്ടാക്കുമെന്ന് നോക്കും, അല്ലെങ്കിൽ S1 എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് നിൽക്കും. പക്ഷേ അതേസമയം നമുക്ക് ഇവിടെ ഡെൻസിറ്റി മാറുമ്പം ഈ ലൈറ്റ് റേക്ക് എന്ത് സംഭവിക്കുക, റിഫ്രാക്ഷൻ സംഭവിക്കുക. ആ റിഫ്രാക്ഷൻ സംഭവിക്കുന്നതുകൊണ്ടാണ് ഈ ലൈറ്റ് റേ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ച് അനുസരിച്ച് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഇതിൻ്റെ പാത്ത് ഡീവിയേറ്റ് ചെയ്ത് അതിനുണ്ടാകുന്ന അതിൻ്റെ ഇമേജ് കൂടെ ഡിസ്റ്റൻസ് മാറിയായിരിക്കും തരുന്നത്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസിൻ്റെ മെഷർമെൻറ്റ് ഉണ്ടല്ലോ, DZ എന്ന് പറയുന്ന ഈ ഒരു DZ വെച്ചിട്ട് ഇവിടെ എത്രത്തോളം ഡെൻസിറ്റിയാണ് ഇവിടെ ചേഞ്ച് ഉണ്ടായത് നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഫ്ലോ കടന്നു പോകുമ്പോൾ ഇവിടെ ഡെൻസിറ്റിക്ക് ഉണ്ടാകുന്ന വേരിയേഷൻ അനുസരിച്ച് റിഫ്രാക്ഷൻ സംഭവിക്കുന്നതുകൊണ്ട് ഈ ലൈറ്റ് റേയുടെ പാത്ത് ഡീവിയേറ്റ് ചെയ്ത് വേറൊരു സ്ഥലത്ത് വന്ന് ഹിറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് വിൽ ബി ഗിവിങ് ദി എന്താണ് ഐഡിയ അബൌട്ട് ദി എമൗണ്ട് ഓഫ് ഡെൻസിറ്റി വേരിയേഷൻ. ഇനി നമ്മൾ ഇതിങ്ങനെ മനസ്സിൽ അറിഞ്ഞാൽ പോരാ, ഇത് വരച്ചാലും പോരാ, ഇത് എഴുതി വെക്കണ്ടേ. എഴുതി വെക്കുമ്പോൾ അതിന് സിസ്റ്റമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഒതൻറ്റിക് ആയിട്ട് നിങ്ങൾ കറക്റ്റ് രീതിയിൽ അതിൻ്റെ പോയിൻറ്റ്സ് ഡെലിവർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്താ, നമ്മളിവിടെ ഒരു വിൻഡോ ഉണ്ട്, ഇവിടെ ക്ലാസ് ഉണ്ട്, d θ ആണ് ഡീവിയേഷൻ സംഭവിച്ചത്, ഫ്ലോ ഫീൽഡ് ഇവിടെ സ്ക്രീനുണ്ട്, ഫസ്റ്റ് ഇമേജ് S1 സെക്കൻഡ് S2 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ DZ ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ ഡയറക്റ്റ് ഇവിടെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. പിന്നെ ഇതിൽ കൂടെ ഫ്ലോ നടക്കുമ്പോൾ ഡെൻസിറ്റി മാറുമ്പോഴത്തേക്കാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് ഇഫ് ദ റീജിയൻ ഇൻസൈഡ് ദ ഗ്ലാസ് വാൾ
contains the same medium outside, അതായത് പുറത്തുള്ള അതേ മീഡിയം തന്നെയാണ് ഇതിനകത്തും ഉള്ളതെങ്കിൽ then the light ray follows a straight path, ഇതൊരു സ്ട്രെയിറ്റ് പാത്ത് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്, and will strike at some point S1 on the screen, ഏതെങ്കിലും ഒരു പോയിന്റ് S1ൽ വന്ന് സ്ട്രൈക്ക്. അത് സ്ട്രെയിറ്റ് ലൈൻ തന്നെ ആവണമെന്നില്ല. ഇഫ് ദർ മേ ബി സം എന്താണ് ചെറിയ റിഫ്രാക്ഷൻ ഒക്കെ സംഭവിക്കാം, കാര്യം ഇവിടെ ഗ്ലാസ് മീഡിയത്തിൽ കൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഇവിടെ എവിടെയെങ്കിലും ഒരു S1 എന്ന് പറയുന്ന പോയിന്റിൽ എന്താണ് ലൈറ്റ് റേ വന്ന് ഹീറ്റ് ചെയ്യും. ഇഫ് ദ ഡെൻസിറ്റി ഓഫ് ദ ഗ്യാസ് ഇൻസൈഡ് ദ വാൾസ് ആർ വേരിയഡ്, അകത്തുള്ള ഗ്യാസിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് നമ്മൾ വേരി ചെയ്താൽ ദ റൈറ്റ് വേ വിൽ ഗെറ്റ് ഡിഫ്ലക്റ്റഡ്, ലൈറ്റ് റേക്ക് റിഫ്രാക്ഷൻ സംഭവിച്ച് ഡിഫ്ലക്ഷൻ സംഭവിക്കത്തില്ലേ ത്രൂ ആൻ ആംഗിൾ ഡി തീറ്റ, ഇവിടെ എത്ര ആംഗിളാണ് ഡി തീറ്റ ആംഗിൾ ഡിഫ്ലക്റ്റ് ചെയ്തു, ആൻഡ് വിൽ സ്ട്രൈക്ക് ദ സ്ക്രീൻ അറ്റ് സം അതർ പോയിന്റ് S2, അതായത് സ്ക്രീനിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന S2 എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും, അറ്റ് എ ഡിസ്റ്റൻസ് DZ ഫ്രം S1, DZ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് S1ൽ നിന്ന് മാറിയായിരിക്കും സ്ട്രൈക്ക് ചെയ്യുന്നത്, ആൻഡ് വിൽ ടേക്ക് ഓഫ് കോഴ്സ് ഇറ്റ് വിൽ ടേക്ക് മോർ ടൈം ടു റീച്ച് S1, അതായത് S1 ടു റീച്ച് അറ്റ് S2ൽ എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ നോട്ടിൽ മാറ്റിക്കൊള്ളണേ, S2ൽ എത്താൻ വേണ്ടിയിട്ട് ഇതിനെക്കാട്ടി മോർ ടൈം ടു റീച്ച് അറ്റ് S2ൽ എത്താൻ കൂടുതൽ സമയം എടുക്കും, കാര്യം കൂടുതൽ പാത്ത് അത് ട്രാവൽ ചെയ്യുന്നതുകൊണ്ടുണ്ട്. ഇപ്പോൾ നോട്ടിൽ വരുമ്പോൾ ഞാൻ ഇതിന് മുമ്പാണ് ഞാൻ നോട്ട് PDF ആക്കിയത്, അപ്പോൾ S1 ആയിരിക്കും ഇവിടെ എഴുതിയിരിക്കുന്നത്, ഇവിടെ S2 ആയിക്കോളും. DT എന്ന് പറയുന്ന സമയമായിരിക്കും എടുക്കുന്നത്. അപ്പോൾ അടുത്ത പോയിന്റ് ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് ഉണ്ടാകുന്ന ചേഞ്ച് കൊണ്ട് 3 മെഷറബിൾ ക്വാണ്ടിറ്റീസ് റിസൾട്ട്സ്, അതായത് 3 മെഷറബിൾ ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ദ ആംഗിൾ ഓഫ് ഡീവിയേഷൻ, ദ സെക്കൻഡ് വൺ ഈസ് ദ എന്താണ് ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എത്രത്തോളം നമ്മൾ ഇമേജ് അല്ലെങ്കിൽ ലൈറ്റ് റേ എന്ന് പറഞ്ഞാൽ എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്തു എന്നുള്ളത്. തേർഡ് വൺ ഓഫ് കോഴ്സ് ദ ടൈം, DT എന്ന് പറയുന്ന ടൈം. അപ്പോൾ 3 സാധനം D തീറ്റ DZ DT ഇങ്ങനെ 3 സാധനങ്ങൾ നമുക്ക് അവിടെ മെഷർ ചെയ്തെടുക്കാൻ പറ്റും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാറുന്നുണ്ട്. ഇറ്റ് ഈസ് പോസിബിൾ ടു മെഷർ D തീറ്റ ബൈ ഷ്ലീറൻ അപ്പാരറ്റസ്, ഷ്ലീറൻ അപ്പാരറ്റസ് വെച്ച് അല്ലെങ്കിൽ ഷ്ലീറൻ മെത്തേഡ് വെച്ചിട്ട് D തീറ്റ നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ പറ്റും. DZ ബൈ ഷാഡോഗ്രാഫ്, നമുക്ക് DZ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യുന്ന ഷാഡോഗ്രാഫ് ഉപയോഗിച്ചാണ്. ടൈം ഡിഫറൻസ് എന്ന് പറയുന്നത് കിട്ടുന്നത് ഇൻ്റർഫെറോമീറ്റർ ഉപയോഗിച്ചിട്ടാണ്. ഇതാണ് ഇത് മൂന്നും തമ്മിലുള്ള ഡിഫറൻസ്. സിൻസ് ദീസ് 3 എന്താണ് ഇൻസ്ട്രുമെൻറ്റ്സ് ആർ യൂസ്ഡ് ഫോർ വിഷ്വലൈസിങ് ഓർ ദ സ്റ്റഡിയിങ് ദി ഫ്ലോ വിഷ്വലൈസേഷൻ, അല്ലെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റും ദ സ്റ്റഡിയിങ് ദി ഡെൻസിറ്റി വേരിയേഷൻ ബൈ വിഷ്വലൈസിങ് ദ ഫ്ലോ, ബട്ട് the operation will be almost same, but they are measuring 3 different quantities. Like if we are using Schlieren method, then we will be concentrating about the variation in the deflection angle. എല്ലാം ഒരു സ്ഥലത്ത് എല്ലാം സംഭവിക്കും, പക്ഷേ നമ്മൾ അവിടെ ഷ്ലീറൻ അപ്പാരറ്റസിൽ ഡിഫ്ലക്റ്റഡ് ആംഗിൾ ആണ് അവിടെ വേരിയേഷൻസ് കൊണ്ടുവരുന്നത് നമ്മുടെ ഫ്ലോ പാറ്റേണിൽ. നമുക്ക് വിഷ്വലൈസേഷന് പല പല രീതിയിലുള്ള വിഷ്വലൈസേഷൻ കിട്ടാൻ കാര്യം ആംഗിൾ ഓഫ് ഡീവിയേഷൻ ആയിരിക്കും. ഷാഡോഗ്രാഫിൽ ഈ ഒരു ഡിസ്റ്റൻസ് ആയിരിക്കും അവിടെ മെഷറബിൾ ആവുന്നത്. അതിൻ്റെ ഡിഫറൻസ് ഓരോ ഫ്ലോ ഡെൻസിറ്റിക്കും ഓരോ ഇത് ആവാൻ കാര്യം എന്ന് പറയുന്നത് ആ ഡിസ്റ്റൻസ് ആയിരിക്കും. ഇനി ഇൻ്റർഫെറോമീറ്ററിൽ അവിടെ ടൈം ഇതായിരിക്കും. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഇത് വെച്ചിട്ട് ഇനി ഓരോന്നും എന്താണെന്ന് പഠിക്കണം, അതിൻ്റെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് പഠിക്കണം. ഷ്ലീറൻ അപ്പാരറ്റസ്, ദിസ് ഈസ് ആക്ച്വലി ദ പ്രിൻസിപ്പിൾ, ഇത് എൻ്റെ പ്രിൻസിപ്പിളാണ്. അതിൻ്റെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് 2 എണ്ണം ഉണ്ട്. ഒന്ന് ടോയ്പ്ലർ ഷ്ലീറൻ സിസ്റ്റം എന്നുണ്ട്, അടുത്ത ടോയ്പ്ലർ സിസ്റ്റം വിത്ത് പരാബോളിക് മിറേഴ്സ് ഉണ്ട്. ഇത് പരാബോളിക് മിറർ ഉള്ളതല്ല. പരാബോളിക് മിറർ എന്ന് പറയുന്നത് നമ്മുടെ കോൺകേവ് പോലത്തെ റിഫ്ലക്ഷൻ സർഫസ് ഉള്ള കോൺകേവ് സർഫസ് ഉള്ള മിറേഴ്സ് ഉള്ളതാണ്. അപ്പോൾ ഈ രണ്ടും എക്സ്പെരിമെൻ്റൽ സെറ്റപ്പാണ്. പക്ഷേ ഇതിൻ്റെ ആക്ച്വൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെ നോക്കിയാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാം. ഇവിടെ നോക്കുമ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഷ്ലീറൻ സിസ്റ്റം എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ലൈറ്റ് റേ ആണ്. അപ്പോൾ ഇതും എന്ന് പറയുന്നത് ലൈറ്റ് റേസ് ആണ്. ഈ ലൈറ്റ് റേസ് എന്ന് പറയുന്ന പ്രത്യേകത ഇവിടെ പാരലൽ ബീം ഓഫ് ലൈറ്റ് റേസ് ആണ് വരുന്നത്. സോ ദ പാരലൽ ബീം ഓഫ് ലൈറ്റ് ഈസ് പാസിങ് ത്രൂ ദ ടെസ്റ്റ് സ്പെസിമെൻ. ഇതാണ് നമ്മുടെ ടെസ്റ്റ് സ്പെസിമെൻ. അപ്പോൾ ഈ ടെസ്റ്റ് സ്പെസിമെനിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, പാരലൽ റേസ് എന്ത് ചെയ്യുകയാണ്, കടത്തിവിടുകയാണ്. വിച്ച് ഈസ് ഡിവൈഡഡ് ഇൻടു 2 പാർട്സ് T1 ആൻഡ് T2. T1 ഉം T2 എന്ന് പറയുന്ന 2 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലെറ്റ് ബോത്ത് ദ റീജിയൻസ് കണ്ടെയ്ൻ സെയിം ഗ്യാസ്. ഇത് രണ്ടിലും ഒന്ന് ഗ്യാസ് ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത് അറ്റ് സെയിം കണ്ടീഷൻ ഇനിഷ്യലി. അപ്പോൾ T1 T2 എന്ന് പറയുന്ന 2 റീജിയൻസിനും സെയിം ഗ്യാസ് ആണ്. ലെറ്റ് എ ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് F be placed at a distance L from the ടെസ്റ്റ് സ്പെസിമെൻ. അപ്പം ഇവിടെ നിന്ന് എൽ ഡിസ്റ്റൻസ് മാറി നമ്മളൊരു ലെൻസ് വെച്ചിട്ടുണ്ട്. ആൻഡ് അറ്റ് ദ ഫോക്കൽ പോയിന്റ് ഓഫ് ദി ലെൻസ് പ്ലേസ് എ നൈഫ് എഡ്ജ്. അവിടെ ഒരു നൈഫ് എഡ്ജ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റഡ് എഡ്ജ് നമ്മളിവിടെ കൊണ്ടുവെക്കും. ഈ ഒരു ലെൻസിൻ്റെ ഫോക്കൽ പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് ലൈറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഈ പോയിന്റിലാണ്. ആ ഫോക്കസ് പോയിന്റിലേക്കുള്ള ആ പോയിന്റിൽ തന്നെ നമ്മൾ എന്ത് കൊണ്ടുപോകുന്നു, ഒരു നൈഫ് എഡ്ജ് അവിടെ കൊണ്ട് പ്ലേസ് ചെയ്യുന്നു. എന്താണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്നുള്ള വഴിയെ പറയും. ദ നൈഫ് എഡ്ജ് ഈസ് പ്ലേസ്ഡ് സച്ച് ദാറ്റ് ഇറ്റ് ക്യാൻ ബി മൂവ്ഡ് അപ്പ് ആൻഡ് ഡൗൺ. ഈ നൈഫ് എഡ്ജ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ലൈറ്റ് റേ വരുന്നുണ്ട്, ഒരു ടെസ്റ്റ് സ്പെസിമെനുണ്ട്, ഇവിടെ ലെൻസ് ഉണ്ട്. ഇവിടെ ലെൻസിൻ്റെ ഫോക്കസ് പോയിന്റിൽ നമുക്കൊരു നൈഫ് എഡ്ജ് ഉണ്ട്. നൈഫ് എഡ്ജ് ക്യാൻ ബി മൂവ്ഡ് അപ്പ് ആൻഡ് ഡൗൺ. What happens when the knife edge is moved up?
നർവ് എഡ്ജ് മുകളിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ഒബ്സ്ട്രക്റ്റ് ദ ലൈറ്റ് റേസ്. ഈ ലൈറ്റ് റേസിനെ അത് എന്ത് ചെയ്യും? ഒബ്സ്ട്രക്റ്റ് ചെയ്യും. ഇഫ് ദ നൈഫ് എഡ്ജ് ഈസ് കെപ്റ്റ് ഡൗൺ, ദ ലൈറ്റ് റേസ് പാസിംഗ് ത്രൂ ദ ടെസ്റ്റ് സ്പെസിമെൻ വിൽ ഇലൂമിനേറ്റ് ദ സ്ക്രീൻ. ഇത് താഴേക്ക് കൊണ്ടുവന്നാൽ ഈ ലൈറ്റ് റേസ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ സ്ക്രീനിൽ ഒരു ഇമേജ് തരും. ഇമേജ് തരുമ്പോൾ ആലോചിച്ചോളാം, ഇവിടെ നിന്ന് വരുന്ന 2 റേസ് ഇവിടെ വന്ന് കൂട്ടിമുട്ടുന്നത് എങ്ങനെയാണ്? ഈ ഒരു റേ എന്ന് പറയുന്നത് ഇങ്ങനെ പോയിട്ട് ദാ ഇവിടെ വന്നു, ഇവിടെ നിന്ന് ഈ റേ എന്ന് പറയുന്നത് ഇവിടെ വന്നു. അപ്പോൾ സ്ക്രീനിൽ വന്ന് കിട്ടുമ്പോൾ ഇതായിരിക്കും ഈ ഒരു ടെസ്റ്റ് സ്പെസിമെൻ്റ്, ഈ ഒരു 2 റേസും ഇവിടെയാണ് വന്ന് കയറുന്നത്. അപ്പോൾ ഈ ഒരു സ്ക്രീനിൽ അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ഇമേജ്. T2 എന്ന് പറയുന്നതിൻ്റെ ഇമേജ് ഇവിടെയും കിട്ടും. T1ൻ്റെ ഇമേജ് എന്ന് പറയുന്നത് ഇവിടെ S1 സ്ക്രീനിൽ S1 എന്ന് പറയുന്ന സ്പേസിൽ ഇവിടെയും കിട്ടും. തലകീഴായിട്ടൊരു ഇമേജ് കിട്ടും. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് ലെറ്റ് ദ ലെൻസ് എന്നാണ്. അപ്പം വെൻ ഇറ്റ് ഈസ് മൂവ്ഡ് അപ്പ് it can obstruct the light rays. When the knife edge is moved down, it can illuminate the screen. Screen illuminate ചെയ്യാൻ പറ്റും, യൂണിഫോംലി ആൻഡ് ബ്രൈറ്റ്ലി illuminate ചെയ്യാൻ പറ്റും. If the knife edge is moved upwards, it will start obstructing the light rays. മുകളിലേക്ക് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ലൈറ്റ് റേസിനെ ഒബ്സ്ട്രക്ട് ചെയ്യും. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ഇതിന് രണ്ടിനും ഇടയിൽ ഒരു സ്ഥലത്ത് നിർത്തും. അപ്പോൾ ആ രണ്ടിനും ഇടയിലുള്ള സ്ഥലത്ത് നിർത്തുക എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ the knife ഈസ് പൊസിഷൻഡ് സച്ച് ദാറ്റ് ഇറ്റ് ഒബ്സ്ട്രക്ട് സം ഓഫ് ദ ലൈറ്റ്. അതായത് കുറച്ച് ലൈറ്റിനെ എന്ത് ചെയ്യുന്നു? അത് ഒബ്സ്ട്രക്ട് ചെയ്യുന്ന രീതിയിൽ നിർത്തും. എന്നാലേ ഇവിടെ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് ഇവിടെ കിട്ടത്തുള്ളൂ. ഫ്ലോ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾ ഇപ്പം എന്താണ് പുകയൊക്കെ ഇങ്ങനെ പോകുന്ന പോലെ കാണത്തില്ലേ? അതുപോലെ ഒരു 2 ഡയമെൻഷണൽ പ്ലെയിനിൽ നിങ്ങളുടെ ഒരു വാളിൽ അത് ആ ഒരു കാണാൻ പറ്റുന്ന രീതിയിലാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ലൈറ്റ് റേസ് ഇവിടെ ഒരു ഇമേജ് കിട്ടുന്നത്. അപ്പം ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ നൈഫ് എഡ്ജ് എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ഒന്ന് പാർഷ്യലി ഒബ്സ്ട്രക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു ഇത് വെക്കേണ്ടത്. The screen could then be divided into 2 parts, S1 S2. സ്ക്രീനിനെ നമുക്ക് 2 പാർട്സ് ആക്കാം, S1 S2. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഒബ്സ്ട്രക്ട് ചെയ്യുന്ന രീതി വെക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു S1 S2 എന്ന് പറയുന്ന 2 ഇമേജസ് അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ S1 being the image of T1 and S2 be the image of T2. S1 എന്ന് പറയുന്നത് എന്താണ്? T1ൻ്റെ ഇമേജും ഈ ഒരു സ്ഥലത്തെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫ്ലോയും, T2 എന്ന് പറയുന്നതിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് S2 ഇവിടെയും കിട്ടും. ഇനി സിൻസ് ഇൻ ദ 2 regions of the test session the fluid is same. അപ്പോൾ ഈ 2 റീജിയൻസിലും ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. ദ ഇമേജ് വിൽ ഓൾസോ ബി ദ സെയിം. ഇത് രണ്ടും സെയിം ഫ്ലൂയിഡ് ആണെങ്കിൽ, T1 T2 ഈ സെയിം ഡെൻസിറ്റി സെയിം പ്രോപ്പർട്ടീസ് ഉള്ള ഫ്ലൂയിഡ് ആണെങ്കിൽ വിൽ ബി ഗെറ്റിംഗ് ദ ഇമേജ് ഓൾമോസ്റ്റ് സെയിം. ആ 2 സ്ഥലത്തും കിട്ടുന്ന ഇമേജ് എന്ന് പറയുന്നതും സെയിം ആയിട്ട് കിട്ടും. നൗ ലെറ്റ് ദ ചേഞ്ച് ഇൻ ദ ഡെൻസിറ്റി ഓഫ് ദ ഗ്യാസ് ഇൻ T2 സ്ലൈറ്റ്ലി. T2 എന്ന് പറയുന്ന സ്ഥലത്തെ ഗ്യാസിൻ്റെ ഡെൻസിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നു? ചെറുതായിട്ട് നമ്മളൊന്ന് ചേഞ്ച് ചെയ്യുന്നു. എന്നാൽ എന്ത് സംഭവിക്കും? ഇവിടെ ചെറുതായിട്ട് ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് T2 എന്ന് പറയുന്ന സ്ഥലത്തെ ഡെൻസിറ്റി ചെറുതായിട്ട് ചേഞ്ച് ചെയ്യുന്നു. വൈൽ മെയിൻറ്റെയിനിങ് T1 ദ സെയിം. T1 എന്ന് പറയുന്ന പഴയ പോലെ വെച്ചിട്ട് T2ൻ്റെ ഡെൻസിറ്റി മാത്രം ചെറുതായിട്ട് ചേഞ്ച് ചെയ്യുന്നു. ഈ ഡെൻസിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ റിഫ്രാക്ഷൻ നടക്കാമല്ലോ. റിഫ്രാക്ഷൻ നടക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ചിലപ്പോൾ ഇങ്ങോട്ടാണ് റിഫ്രാക്ഷൻ നടക്കുന്നത്. കോൺവെക്സോ കോൺകേവോ അല്ലെങ്കിൽ ഏതാണ്. ഇപ്പോൾ ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് റിഫ്രാക്ഷൻ സംഭവിച്ചു. ഇങ്ങോട്ട് ലൈറ്റ് റേ മാറിയെന്ന് വെച്ചോ. ലൈറ്റ് റേ മാറുവാണെങ്കിൽ ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഇത് താഴോട്ട് ഇറങ്ങത്തില്ലേ? ഇത് ഇത്തുകൂടെ താഴോട്ടായിരിക്കും ഈ ലൈറ്റ് റേ ഇത്തുകൂടെ താഴെ വഴിയായിരിക്കും പോകുന്നത്. ഈ താഴെ വഴി പോകുമ്പോഴത്തേക്ക് ഈ ഒരു നൈഫ് എഡ്ജ് ഇതിനെ കൂടുതൽ ഒബ്സ്ട്രക്ട് ചെയ്യും. ഈ ഒരു ലൈറ്റ് റേനെ താഴെ കൂടെ ഉള്ള ലൈറ്റ് റേനെ കൂടുതൽ ഒബ്സ്ട്രക്ട് ചെയ്യും. കാര്യം അത് പിന്നെ മൂവ് ചെയ്യാതെ വെച്ചേക്കുമല്ലേ നേരത്തെ. അപ്പോൾ ഇവിടുത്തെ ഡെൻസിറ്റി ഇവിടെ എന്തുണ്ടാക്കും? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചേഞ്ച് ചെയ്യും. ഈ ഒരു പൊസിഷനിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് അവിടുത്തെ ഡെൻസിറ്റി മാറും. ഡെൻസിറ്റി മാറുമ്പോൾ റിഫ്രാക്ഷൻ സംഭവിക്കും. റിഫ്രാക്ഷൻ സംഭവിക്കുന്ന ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ ഇറ്റ് വിൽ ബി ദ ലൈറ്റ് റേ വിൽ ബി മോർ ഒബ്സ്ട്രക്റ്റഡ് ബൈ ദ നൈഫ് എഡ്ജ്. ദെയർഫോർ വി വിൽ ബി ഗെറ്റിംഗ് ഡിഫറെൻറ്റ് ഇൻറ്റൻസിറ്റി അറ്റ് S2. S2ൽ നമുക്കൊരു ഇമേജ് കിട്ടും. വി വിൽ ബി ഗെറ്റിംഗ് ഡിഫറെൻറ്റ് ഇൻറ്റൻസിറ്റി. That's why due to the change in density the refractive index of the region T2 changes. Clockwise ആണ് റിഫ്രാക്ഷൻ സംഭവിക്കുന്നതെങ്കിൽ and due to this light ray through T2 will be obstructed more by the knife edge and then S2 will appear the dark. S2 എന്ന് പറയുന്നത് ഡാർക്ക് കിട്ടും, S1 എന്ന് പറയുന്നത് ബ്രൈറ്റ് ആയിട്ട് നിൽക്കും. അപ്പം നമുക്ക് എന്ത് മനസ്സിലാവും? ഇവിടെ എന്ന് പറയുന്ന ഡെൻസിറ്റി വേരിയേഷൻ സംഭവിച്ചു. അവിടെ വിഷ്വലൈസേഷൻ ഇതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ നമുക്ക് ഇവിടെ സ്ക്രീനിൽ കിട്ടും. ദിസ് ഈസ് എ പ്രിൻസിപ്പിൾ. ഇപ്പോൾ തിരിച്ച് റിഫ്രാക്ഷൻ സംഭവിക്കാം. ഡെൻസിറ്റി വേരിയേഷൻ അനുസരിച്ച് കൂടുക കുറയുകയൊക്കെ ചെയ്യാം. അപ്പം ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ വി വിൽ ബി ഗെറ്റിംഗ് മോർ ലൈറ്റ്. അതായത് ഇത്തുകൂടെ മുകളിലോട്ട് ഇതിപ്പോൾ കുറച്ച് ഒബ്സ്ട്രക്ട് ചെയ്ത് വെക്കുന്നതിൻ്റെ ഉപയോഗം അതാണ്. ഇത്തുകൂടെ മുകളിലോട്ടും കയറും. അപ്പോൾ കൂടുതൽ ലൈറ്റ് കയറും. അപ്പോൾ കൂടുതൽ ലൈറ്റ് കയറുമ്പോൾ വി വിൽ ബി ഗെറ്റിംഗ് മോർ ബ്രൈറ്റർ ഇമേജ് അറ്റ് S2. Then also we will be getting an idea about what kind of density variation is happening at this region T2 എന്ന് പറയുന്നതാണ് നമ്മുടെ ഇത് സംഭവം. ഇനി ഇത് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ബാലേന്ദ്ര സാറിൻ്റെ ടെസ്റ്റിൽ നോക്കുക. അതായിരിക്കും നല്ലത്. ബാലേന്ദ്ര സാറിൻ്റെ ടെസ്റ്റിൽ നോക്കിയിട്ട് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്ന് പഠിക്കുക. ഇപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഒരു പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെയും. പക്ഷേ ഇത് എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിലുള്ള ഡിഫറൻറ്റ് മാത്രമേ ഉള്ളൂ. ടോയ്പ്ലർ ക്ലിയറൻസ് സിസ്റ്റത്തിൽ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? ഒരു സോഴ്സ് ഉണ്ട്, അവിടെ ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ട്. അതിവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു കോൺവെക്സ് ലെൻസിലേക്ക് കൊണ്ടുവരുന്നു. അത് പിന്നെ പാരലൽ റേസ് ആക്കുന്നു. ഇംഗ്ലൈൻഡ് വരുമ്പോൾ അത് പാരലാവും. ഇംഗ്ലൈൻഡ് വന്നു കഴിഞ്ഞാൽ പാരൽ വന്നു കഴിഞ്ഞാൽ അത് ഇംഗ്ലൈൻഡ് ആവും. അപ്പോൾ ഇംഗ്ലൈൻഡ് നിന്ന് പാരൽ ലൈറ്റ് റേസ് ആവുന്നു. പാരൽ ലൈറ്റ് റേസിന് നമ്മൾ എന്തിലൂടെ കടത്തി വിടുന്നു? ഒരു
ഫ്ലോ ഫീൽഡിലൂടെ കടത്തി വിടുന്നു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു നൈഫ് എഡ്ജ് വെച്ച് ഇവിടെ ഒരു സ്ക്രീൻ കിട്ടുന്നു. അപ്പോൾ ആദ്യം നമുക്കൊരു ഇമേജ് കിട്ടും, ഡെൻസിറ്റി മാറുന്നതനുസരിച്ച് വി വിൽ ബി ഗെറ്റിംഗ് ആൻ ഇമേജ്. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇനി അടുത്ത ടോയ്പ്ലർ സിസ്റ്റം വിത്ത് പരാബോളിക് മിറേഴ്സ്. പരാബോളിക് മിറേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ലൈറ്റ് റേ കൊണ്ടുവരുന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ലൈറ്റ് റേ കൊണ്ടുവരുന്ന വ്യത്യാസത്തിൽ നമുക്ക് പരാബോളിക് മിറർ എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഒരു സോഴ്സ് ഉണ്ട്, അതിന് നമ്മളൊരു പരാബോളിക് മിറർ വെച്ചിട്ട് ഒരു പാരലൽ ലൈറ്റ് റേസ് ആക്കുന്നു, ഈ ഫ്ലോ ഫീൽഡിൽ കൂടെ എന്ത് ചെയ്യുന്നു, കടത്തി വിടുന്നു. പിന്നെ ഒരു ഇവിടെ ഇപ്പുറത്തുള്ള ഒരു പരാബോളിക് മിറർ വെച്ചിട്ട് നൈഫ് എഡ്ജ് ഇവിടെയാണ് വെച്ചേക്കുന്നത്, ഒബ്സ്ട്രക്ട് ചെയ്ത് നമ്മൾ വേറൊരു പരാബോളിക് മിറർ വെച്ച് ഇവിടെ സ്ക്രീനിലേക്ക് കൊണ്ടുവരുന്നു. അതിൻ്റെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് മാത്രമേ ഉള്ളൂ, ആ വേരിയേഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കി വലുതായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനില്ല, അതും കൂടെ ജസ്റ്റ് നോക്കിയിരിക്കുക. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഇതേപടി അങ്ങ് എഴുതിയാൽ മതി. പക്ഷേ പ്രിൻസിപ്പിൾ ഈസ് ഇത്, ഈ ഒരു എക്സ്പ്ലനേഷൻ തന്നെയാണ് ഇത് രണ്ടിലും വരുന്നത്. പക്ഷേ ഇവിടെ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ രണ്ട് രീതിയിൽ ഫിഗർ വരയ്ക്കാൻ പഠിക്കുക, എന്നിട്ട് അത് എഴുതി വെക്കുക. ഇതൊക്കെ ഇങ്ങനെ ഉണ്ട്, ഇവിടെ ഈ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് എന്ന് പറഞ്ഞ് ഒരു പാരഗ്രാഫ് എഴുതിയിട്ട് ബാക്കി ഇത്രയും ഇതേപോലെ തന്നെ സാധനങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ദ ഫുൾ മാർക്സ്. അപ്പോൾ അതാണ് സംഭവം. ഇവിടെ ഇപ്പോൾ T1 T2 എന്ന് പറഞ്ഞ സ്പെസിമെൻ രണ്ട് സ്പെസിമെൻ ഇല്ല. ഇഫ് ഡെൻസിറ്റി ചേഞ്ചസ് ഈസ് ഹാപ്പനിങ് വി വിൽ ബി ഗെറ്റിംഗ് ദ ഡയറക്റ്റ് ഇൻഡിക്കേഷൻ ഇൻ ദ സ്ക്രീനിൽ നമുക്ക് ഡയറക്റ്റ് ഇൻഡിക്കേഷൻ കിട്ടും. ഇനി നെക്സ്റ്റ് ഷാഡോഗ്രാഫ്. ഷാഡോഗ്രാഫ് വളരെ സിമ്പിളാണ്. ഡയറക്റ്റ് ലൈറ്റ് റേസ് അങ്ങ് കൊടുത്തത്, അവിടെ പോയിൻറ്റ് സോഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇൻക്ലൈൻ ലൈറ്റ് റേസും ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഈ എഴുത്ത് ഞാൻ പിന്നെ വായിക്കാം, ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇവിടെ ലൈറ്റ് റേസ് കടത്തി വിടുമ്പോഴത്തേക്ക് ഇവിടെ എന്ത് സംഭവിക്കുന്നു, റിഫ്രാക്ഷൻ സംഭവിക്കും. അവിടെ ഡെൻസിറ്റി മാറുന്ന സ്ഥലങ്ങൾ കണ്ട് ഇവിടേക്കാണ് ഡെൻസിറ്റി മാറുന്നത്. അപ്പോൾ ഇവിടേക്ക് കണ്ട റിഫ്രാക്ഷൻ സംഭവിച്ചാണ് അങ്ങോട്ട് മാറുന്നത്. കണ്ട റിഫ്രാക്ഷൻ സംഭവിച്ചു. അപ്പോൾ ഇങ്ങനെ റിഫ്രാക്ഷൻ സംഭവിക്കുമ്പോൾ കുറേ സ്ഥലത്ത് ലൈറ്റ് റേസ് വന്ന് കൂട്ടത്തിരിക്കും. ആ കൂടി നിൽക്കുന്ന സ്ഥലത്ത് ആവറേജ് ഒരു ബ്രൈറ്റ്നസ് കിട്ടും. ഒരു കൂടുതൽ കൂടുന്ന സ്ഥലത്ത് നല്ല ബ്രൈറ്റ് ആയിരിക്കും. കുറച്ച് അക്യുമുലേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു ആവറേജ് ബ്രൈറ്റ്നസ് കിട്ടും. കൂടുതൽ ഇല്ലാത്ത സ്ഥലത്ത് റിഫ്രാക്ഷൻ സംഭവിക്കുമ്പോൾ ബാക്കി റിഫ്രാക്റ്റഡ് ആയി പോകുമ്പോൾ ഇത്രയും സ്ഥലത്ത് കുറച്ച് ലൈറ്റ് റേസ് മാത്രമേ പതിക്കത്തുള്ളൂ. അത് ഡാർക്കായിട്ട് കാണപ്പെടും മറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ ചില സ്ഥലത്ത് ആവറേജ് കാണപ്പെടും. അപ്പോൾ ഇതൊരു സ്ക്രീനാണ്, ആ സ്ക്രീനിൻ്റെ ഡെൻസിറ്റി വേരിയേഷൻസ് ആണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പോൾ അത് സെക്കൻഡ് ചേഞ്ച് ഇൻ ഡെൻസിറ്റി ഗ്രേഡിയൻ്റ് ആണ് അവിടെ തരുന്നത്, ഡയറക്റ്റായിട്ട് ഷാഡോഗ്രാഫി വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവിടെ ഇതിൻ്റെ ഒരു ഡെൻസിറ്റി വേരി. ഇപ്പോൾ നമുക്ക് ഡാർക്ക് കിട്ടുന്ന സ്ഥലത്ത് നമുക്ക് എന്ത് പറയാം, അതിന് തൊട്ട് മുമ്പുള്ള ഈ ബ്രൈറ്റ് ആയിട്ടുള്ള സ്ഥലമായിരിക്കും കൂടുതൽ ഡെൻസിറ്റി വേരിയേഷൻ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ അങ്ങോട്ട് കൂടുതൽ റിഫ്രാക്ഷൻ നടന്നതെന്നൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകാൻ പറ്റും. ഈ ഫ്ലോ പാറ്റേൺ വെച്ചിട്ട് ഇതിൻ്റെ ഒരു വിഷ്വലൈസേഷൻ കിട്ടും. അവിടെ ഡെൻസിറ്റി മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ ഡെൻസിറ്റി, ബ്രൈറ്റ് ലൈറ്റ്, അപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീൻ വെച്ചാൽ അതിൽ ഡാർക്ക് ബ്രൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്രീൻ പോലെ ഇരിക്കും. ഒരു സ്ഥലത്ത് ഡാർക്ക് ആവും, കുറച്ച് കഴിയുമ്പോൾ അത് വീണ്ടും ബ്രൈറ്റ് ആവും, ഡാർക്ക് ആവും, ബ്രൈറ്റ് ആവും. അപ്പോൾ വിഷ്വലൈസ് ചെയ്യപ്പെടും ആ ഫ്ലോ. അതാണ് സംഭവം ഡെൻസിറ്റി വേരിയേഷൻ അനുസരിച്ച്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് ദിസ് ഈസ് യൂസ്ഡ് വേർ ദ ഡെൻസിറ്റി വേരിയസ് റാപ്പിഡ്ലി. ഷോക്ക് വേവ് അല്ലെങ്കിൽ കമ്പസ്റ്റൻ ഫിനോമിന ഒക്കെ നടക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷാഡോഗ്രാഫ് ഉപയോഗിക്കുന്നത്. സ്ക്രീൻ ഈസ് പ്ലേസ്ഡ് അറ്റ് സം പൊസിഷൻ അതർ ദാൻ ദി ഫോക്കൽ ലെങ്ത്. സ്ക്രീൻ എന്ന് പറയുന്ന ഫോക്കൽ ലെങ്ത് അല്ലാതെ ഒരു പൊസിഷൻ വെക്കുന്നു. അപ്പം കുറച്ച് ഡിഫ്ലക്റ്റഡ് DZ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് അത് ഡിഫ്ലക്റ്റ് ചെയ്യും. When there is no flow through the test measurement, the intensity distribution of light on the screen is uniform. അവിടെ ഫ്ലോ എന്ന് നടക്കാത്തപ്പോഴത്തേക്ക് ഒരേപോലത്തെ ലൈറ്റ് റേ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. ബ്രൈറ്റ്നസ് എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. വെൻ ഫ്ലോ ഈസ് ഇൻട്രൊഡ്യൂസ് ദ റേ ഡിഫ്ലക്ഷൻ റിസൾട്ട്സ് ഇൻ ടു എന്താണ്, നോൺ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലൈറ്റ്. അതായത് റിഫ്രാക്ഷൻ ഫ്ലോ നടക്കുമ്പോൾ ഇവിടെ ഫ്ലൂയിഡ് വരുമ്പോൾ ഇവിടെ നോൺ യൂണിഫോം ആയിട്ടുള്ള എന്താണ് ഒരു പാറ്റേൺ ആണ് കിട്ടുന്നത്. ഓൺ ദി സ്ക്രീൻ ദർ ആർ ബ്രൈറ്റ് റീജിയൻ. അത് ബ്രൈറ്റ് റീജിയൻ എന്താ സംഭവിക്കുന്നത്, വേർ ദ റേസ് കുഡ് ടുഗദർ, ക്രൗഡ് ടുഗദർ, അതായത് റേസ് എന്ന് പറയുന്നത് ഒരുമിച്ച് കൂടുന്നു. ആൻഡ് ഡാർക്ക് റീജിയൻസ് വേർ റേസ് ഡൈവേർജസ് ചെയ്യുന്ന സ്ഥലത്ത് ഡാർക്ക് റീജിയൻസും കിട്ടും. ആൻഡ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് DZ. അപ്പോൾ ഇവിടെ ഉണ്ടായ ഡിഫ്ലക്ഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആൻഡ് വിച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ചേഞ്ച് ഇൻ ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ്. ഇപ്പോൾ വേണമെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ആലോചിക്കുക. The change in intensity of light is equal to change in proportion to the change in density gradient, that is dou square rho by dou y square. അതിൻ്റെ ഈ ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ മാത്രം ചെയ്യുന്നത്. ഷാഡോഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഡൈവേർജൻറ്റ് ലൈറ്റ് സോഴ്സും വേണമെങ്കിൽ ഉപയോഗിക്കാം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട്, ഇതിന് നമുക്ക് ലെൻസിൻ്റെ ആവശ്യമില്ല. അതാണ് ഷാഡോഗ്രാഫിൻ്റെ ഒരു പ്രത്യേകത. ആൻഡ് മൂവിങ് ഓൺ ദ ലാസ്റ്റ് വൺ, ഇൻ്റർഫെറോമീറ്റർ. വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഇൻ്റർഫെറോമീറ്റർ? മാക്സ് എന്താണ്, സ്നൈഡർ ഇൻ്റർഫെറോമീറ്ററൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അത് എക്സ്പെരിമെൻ്റൽ സെറ്റപ്പാണ്. നമുക്ക് എന്താണെന്ന് പഠിക്കാം. എന്ത് സിമ്പിളി പറഞ്ഞാൽ എത്രയേ ഉള്ളൂ. ഇവിടെ ഒരു ഗ്ലാസ്സിൽ ഒരു സ്ഥലത്ത് ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ട്, ഇവിടെയും ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. സെയിം ഗ്യാസാണ് ഇവിടെ രണ്ട് സ്ഥലത്തും ഫില്ല് ചെയ്യുന്നതെങ്കിൽ നമ്മളൊരു കൊഹറൻ്റ് സോഴ്സിൽ നിന്ന്, അതായത് ഒരു സെയിം ലാംഡയുള്ള സോഴ്സ്, അപ്പോൾ സെയിം ലാംഡ ഒരു പാത്ത് ഡിഫറൻസ് ഉള്ള ഒരു ലൈറ്റ് റേ എന്ന് പറയുന്നത് രണ്ട് സ്ഥലത്തൂടെയും കടത്തിവിടുമ്പോഴത്തേക്ക് ഇതിനെന്ത് ഫേസ് ഡിഫറൻസ് ഒന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ കൂടെ പോകുമ്പോഴത്തേക്ക് അവിടെ ഡെൻസിറ്റി വേരിയേഷൻസ് ഒന്നും ഉണ്ടായാൽ ഇറ്റ് ഡസ് നോട്ട് അഫക്റ്റ് ദ എന്താണ് വെലോസിറ്റി ഓഫ് ഫ്ലോ ത്രൂ ദിസ് ഗ്യാസ് ഫീൽഡ്. കാര്യം രണ്ടും സെയിം വെലോസിറ്റിയിൽ തന്നെയായിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ കറക്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു ഇമേജ് S എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും നമുക്കൊരു ഇമേജ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു ഇൻ്റർഫറൻസ് പാറ്റേൺ കിട്ടുന്നത്. അതായത് ഒരു ഇൻ്റർഫറൻസ് പാറ്റേൺ നമുക്കിവിടെ കിട്ടും.
അതേസമയം നമ്മളിവിടെ ഡെൻസിറ്റി മാറ്റുമ്പോഴത്തേക്ക് വി വിൽ ബി ഗെറ്റിംഗ് ദ ഇൻ്റർഫറൻസ് പാറ്റേൺ ആൻഡ് ദ ഇൻ്റർഫറൻസ് പാറ്റേൺ വിൽ ബി ഷിഫ്റ്റഡ് ടു അനദർ പൊസിഷൻ. ഇവിടെ നിന്ന് ഒരു 5 പോയിൻ്റ് അങ്ങോട്ട് മുകളിലോട്ട് മാറിയായിരിക്കും ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നത്. ആ ഇൻ്റർഫറൻസ് പാറ്റേൺ അപ്പുറത്തോട്ട് മാറുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് മനസ്സിലായി, ഇവിടുത്തെ ഡെൻസിറ്റി മാറി, അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്തെ ഡെൻസിറ്റി രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു ഇൻഡിക്കേഷൻ കിട്ടും. ഇത് സിംപ്ലി ഒന്ന് വരുത്തി പറഞ്ഞതേ ഉള്ളൂ. വാട്ട് ഈസ് ദ ആക്ച്വൽ ഐഡിയ നോക്കിയേ, പ്രിൻസിപ്പിളാണ് നമ്മളിവിടെ പറയുന്നത്. ഇത് ഇതിൻ്റെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പാണ്. അപ്പോൾ ഇതിലും നമ്മൾ ഇത് പറയുമ്പോഴും ആദ്യം നമ്മൾ എന്ത് പറയാം, ആദ്യം നമ്മൾ എന്ത് എഴുതാം, വാട്ട് ഈസ് ആക്ച്വലി ദ ഡെൻസിറ്റി വേരിയേഷൻ ടെക്നിക്സ്, യു ക്യാൻ എക്സ്പ്ലെയിൻ ഇറ്റ്. ആൻഡ് ദെൻ വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്, ദെൻ യു ക്യാൻ എക്സ്പ്ലെയിൻ ഇറ്റ്. ദെൻ മൂവിങ് ഓൺ യു ഹാവ് ടു എന്താണ് സ്പെസിഫൈ വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഇൻ്റർഫെറോമീറ്റർ. ഇൻ്റർഫറൻസ് അല്ല ഇൻ്റർഫെറോമീറ്റർ ആണ്. ഇങ്ങനെയുള്ള ചെറിയ തെറ്റുകളൊക്കെ നമുക്ക് സംഭവിക്കാം. നമ്മൾ വേറെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ചെയ്യുന്നത്, അപ്പോൾ ആലോചിച്ചോളണം. അപ്പോൾ നോട്ട് വായിക്കുമ്പോൾ ചിലപ്പോൾ ഇൻ്റർഫറൻസ് ആയിരിക്കും എഴുതിയിരിക്കുന്നത്, അത് മാറ്റിക്കോളണം. ഇൻ്റർഫെറോമീറ്റർ. അപ്പം ഇതിൽ ഫസ്റ്റ് ലൈറ്റ് റേ, സെക്കൻഡ് റേ, ഇത് രണ്ടും ഒരു ലൈറ്റ് റേ, ഒരേ സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റ് റേ ആണ്. സോ 2 rays അറൈവ് അറ്റ് പോയിന്റ് എസ് എന്ന് പറയുന്ന പോയിന്റ് എത്തുന്നു ഓൺ ദ സ്ക്രീൻ ത്രൂ 2 ഡിഫറെൻറ്റ് പാത്ത്, 2 പാത്ത് കൂടെയാണ്. ഇത് വരുന്നത് ഇവിടെ വന്നു, ഇവിടെ ഒരു സ്പ്ലിറ്റർ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ലൈറ്റ് റേ കമ്മിങ് ആൻഡ് ഇറ്റ് വിൽ ബി സ്പ്ലിറ്റഡ് ഇൻ ടു 2. And one is എന്താണ് പാസ് ത്രൂ ദ ഗ്യാസ് വിത്ത് എന്താണ് ഗ്യാസ് വിത്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 ആൻഡ് അപ്പോൾ എസ്സിലെത്തും. മറ്റത് ഈ ഒരു പ്ലേറ്റ്, ഇവിടെ പ്ലേറ്റ് വന്ന് ഇത് ചെയ്തു, അടുത്തതിൽ കൂടെ പോയി തിരിച്ചിവിടെ എത്തും. അപ്പോൾ ഈ ഒരു സമയത്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ടിന് 2 എന്താണ് പാത്താണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഇഫ് ദ 2 rays ആർ കോഹറൻറ്റ് ദാറ്റ് സെയിം സോഴ്സ് ദെൻ ദർ ഈസ് എ പോസിബിലിറ്റി ഓഫ് ഇൻ്റർഫറൻസ്. അതായത് രണ്ടിൻ്റെയും പാത്ത് ഡിഫറൻസ് സെയിം ആണ്, പക്ഷേ അവിടുത്തെ എന്താണ് ഫേസ് ഡിഫറൻസ് വരുമ്പോഴത്തേക്ക് 2 റേസും തമ്മിൽ, ഇപ്പോൾ ഒരേ പാത്ത് ഡിഫറൻസ് ഉള്ള എന്താണ് ഒരു റേയും മറ്റതും തമ്മിൽ ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ ദർ വിൽ ബി ഇൻ്റർഫറൻസ്, അല്ലേ? കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ആ ഇൻ്റർഫറൻസ് ആണ് നമ്മളിവിടെ ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് ഇവിടെ ഉണ്ടാകുന്നത്. ബ്രൈറ്റ് ഉണ്ടാവും, ആൾട്ടർനേറ്റീവ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് ഉണ്ടാവും. ദാറ്റ് ഈസ് നോൺ ആസ് ദ ഇൻ്റർഫറൻസ്. ആൻഡ് ഇൻ്റർഫറൻസ് പാറ്റേൺ നമുക്കിവിടെ കിട്ടും. കാര്യം അതിനുള്ള ഒരു കാര്യമുണ്ട്. കാര്യം ഒരു സെയിം സോഴ്സ് എന്നുള്ള 2 ലൈറ്റ് റേസ് 2 ഡിഫറെൻറ്റ് പാത്ത് ഫോളോ ചെയ്ത് ഇവിടെ എത്തുന്നു. ഇഫ് there is a possibility of getting interference. അപ്പോൾ ഇൻ്റർഫറൻസ് നമുക്ക് കിട്ടും ഡിപ്പെൻഡിങ് ഓൺ ദ ഡിഫറൻസ് ഇൻ ലെങ്ത് ഓഫ് ദിയർ പാത്ത്. അതായത് പാത്തിൻ്റെ ഉണ്ടാവുന്ന ലെങ്തിനുണ്ടാവുന്ന ഡിഫറൻസ് അനുസരിച്ച് ദേ വിൽ ഇൻ്റർഫിയർ വെൻ ദേ ആർ ബ്രോട്ട് ടുഗദർ ആൻഡ് ദേ ഹാവ് ഫേസ് ഡിഫറൻസ്. അതായത് ഇഫ് ദേ ഹാവ് ഫേസ് ഡിഫറൻസ് ആസ് ദേ ഹാവ് ഫേസ് ഡിഫറൻസ്. അതായത് നമുക്ക് ഫേസ് ഡിഫറൻസ് വരുമ്പോൾ, അതായത് ഫൈൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ആംഗിളിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് അനുസരിച്ച് ഇവിടെ എന്ത് സംഭവിക്കും, ഒരു ഇൻ്റർഫറൻസ് ഉണ്ടാകും. ഡ്യൂ ടു ഇൻ്റർഫറൻസ് ആൾട്ടർനേറ്റ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് ഉണ്ടാവും. ബ്രൈറ്റ് ഫ്രിഞ്ചസ് ആണ് ഇവിടെ ഉണ്ടാകുന്നത്. നമ്പർ ഓഫ് ഫ്രിഞ്ചസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡിഫറൻസ് ഇൻ പാത്ത് ഡിഫറൻസ്. അതായത് എത്രത്തോളം പാത്ത് ഡിഫറൻസ് ഉണ്ടായെന്നനുസരിച്ചിരിക്കും ഇവിടെ ഉണ്ടായ ഫ്രിഞ്ചസിൻ്റെ എണ്ണം. ഇഫ് ദ ടു റേസ് പാസ് ത്രൂ ഈ ഐഡൻറ്റിക്കൽ മീഡിയം വി വിൽ ഗെറ്റ് ആൻ ഇൻ്റർഫറൻസ് പാറ്റേൺ. ഒരു ഐഡൻറ്റിക്കൽ മീഡിയത്തിൽ കൂടെയാണ് 2 റേസും പോകുന്നതെങ്കിൽ നമുക്കൊരു ഇൻ്റർഫറൻസ് പാറ്റേൺ ആദ്യം കിട്ടും. ഇഫ് ദ സെക്കൻഡ് റേ പാസസ് ത്രൂ ഡിഫറെൻറ്റ് മീഡിയം, സെക്കൻഡ് റേ എന്ന് പറഞ്ഞാൽ ഈ ഒരു റേ വേറൊരു മീഡിയത്തിൽ കൂടെയാണ് പാസ് ചെയ്യുന്നതെങ്കിൽ with a different refractive index, the interference at S is changed by an amount n. എന്ന് പറഞ്ഞാൽ എസ് എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് ഈ ഒരു നമ്പർ ഓഫ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് ഷിഫ്റ്റ് ചെയ്യപ്പെടും. അതായത് ഇവിടെ ഇരുന്ന ഒരു സാധനം തൊട്ട് മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ ആ ഒരു ഡിഫറൻസ് മനസ്സിലായല്ലോ എത്ര ഷിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് ചേഞ്ച്ഡ് ബൈ ആൻ എമൗണ്ട് n എന്ന് പറയുന്ന എമൗണ്ട് ചേഞ്ച് ചെയ്യപ്പെടും. ആൻഡ് ഷിഫ്റ്റ് n ഫ്രിഞ്ചസ് ഈസ് ഒബ്സർവ്ഡ്. അപ്പം നമുക്ക് n ഫ്രിഞ്ചസിൻ്റെ ഷിഫ്റ്റ് ഉണ്ടാവും. ദിസ് ക്യാൻ ബി റെക്കോർഡഡ് ബൈ ടേക്കിംഗ് ഫോട്ടോഗ്രാഫ്. അപ്പോൾ ആദ്യം ഒരു ഫോട്ടോഗ്രാഫ് എടുത്ത് പിന്നെ അടുത്ത രണ്ടാമത് കിട്ടുന്ന ഫോട്ടോഗ്രാഫ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എത്രത്തോളം ഫ്രിഞ്ചസ് അങ്ങോട്ടും ഇങ്ങോട്ടെങ്കിലും ഷിഫ്റ്റ് ആയെന്ന് നമുക്ക് മനസ്സിലാവും. ദിസ് ഈസ് റിലേറ്റഡ് ബൈ ഡെൻസിറ്റി ബൈ യൂസിങ് ദിസ് ഇക്വേഷൻ. ആൻഡ് ഈ ഇക്വേഷനിൽ നമുക്ക് ഒരു ഡെൻസിറ്റി വേരിയേഷനും എന്നെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഡെൻസിറ്റി റോ 1 റോ 2 ഒരു റിലേഷൻഷിപ്പ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞ് ഈ ഇക്വേഷനും കൂടെ എഴുതി വെച്ചാൽ മതി. ഇതിൻ്റെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് എന്താണ്, ഒരു സോഴ്സ് ഇതിനെ നമ്മളൊരു എന്താണ് ഇതിലേക്ക് ഇതിന് പേരെന്തൂടെ ഒരു മിററിലേക്ക് ഞാൻ എന്ത് ചെയ്തു കൊണ്ടെത്തിച്ചു. ആ മിറർ ഇതിനെ റിഫ്ലാക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു സ്പ്ലിറ്ററുണ്ട്. ഈ സ്പ്ലിറ്റർ ഇതിനെ ഇങ്ങോട്ടേക്കും ഇതിനെ താഴേക്കും വിട്ടു. സ്പ്ലിറ്റർ അത്യാവശ്യമാണ്, കാര്യം ഒരു സോഴ്സ് എന്നുള്ള ലൈറ്റ് ഉണ്ടെങ്കിൽ ഇൻ്റർഫറൻസ് നടക്കും. അപ്പം ഇവിടെ ഇതൊരു ടെസ്റ്റ് സെക്ഷൻ, ഇത് അടുത്ത സെക്ഷൻ. ഇതിനെ ഇത്ര കൂടെ വേറൊരു രീതി വരച്ചതേ ഉള്ളൂ. എക്സ്പീരിയൻസ് സെറ്റപ്പ് ഇതൊക്കെ ഉണ്ട്. സ്പ്ലിറ്ററുണ്ട്, ഇവിടെ ഒരു മിററുണ്ട്. അപ്പോൾ ഇവിടെ ഇനി സ്പ്ലിറ്റർ വയ്ക്കണ്ടല്ലോ, അതായിട്ട് കൊണ്ടല്ലോ. മിറർ ഇതിലോട്ട് വായിക്കും, സ്പ്ലിറ്റർ കുറച്ച് ഇതിനോട്ട് വിടും, കുറച്ച് ഇതിലേക്കും വിടും. എന്നിട്ട് ഇത് ഇവിടെ ഒന്ന് മിറർ കൊണ്ടുവന്ന് നേരെ താഴെ ഈ ഒരു സ്പ്ലിറ്ററിൽ കൊണ്ടുവച്ച് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് നമ്മൾ വേറൊരു എന്ത് വെച്ചിട്ടുണ്ട്, മിറർ വെച്ചിട്ടുണ്ട്. ആ മിറർ നേരെ സ്ക്രീനിൽ പതിപ്പിച്ച് ഇവിടെ നമുക്ക് എന്ത് കിട്ടും, ഇൻ്റർഫറൻസ് പാറ്റേൺ കിട്ടും. ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചുമ്മാ കൈ കൊണ്ട് നിങ്ങൾക്ക് വായി തോന്നുന്ന രീതിയിൽ എഴുതി വെക്കുക. വായി തോന്നുന്നല്ല, മനസ്സിൽ തോന്നുന്ന രീതിയിൽ എഴുതി വെക്കുക, അല്ലേ?
സോഴ്സ് ലെൻസ് ഉണ്ട്, അങ്ങനെ ഉണ്ട്, ഇവിടെ ഒരു സ്പ്രേ ഇതുണ്ട്, ഒരു മിററുണ്ട്, ഒരു കോൺകേവ് മിറർ ഉണ്ടെന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. അപ്പോൾ അങ്ങനെ ഉണ്ട്, ഈ ഒരു സാധനം ഇങ്ങനെ, ഇതെങ്ങനെ ഈ ഒരു പ്രിൻസിപ്പിൾ ഇതിൽ തന്നെ ഉണ്ട്. ഈ രണ്ടും കൂടെ ചേർത്ത് എഴുതുമ്പോഴത്തേക്ക് ഈ ഒരു സാധനവും തീർന്നു. ഇത് മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന സാധനമാണ്. ചോദിക്കാൻ കൊള്ളാവുന്നതാണെന്ന് മാത്രമല്ല ചോദിക്കും. അപ്പോൾ തിയറീസ് എല്ലാം ഞാൻ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്. ഇനി നമുക്കൊരു 4 അതായത് വിൻഡ് ടണലുണ്ട്, നമുക്ക് നീൽ പ്രോബ് ഉണ്ട്, പ്രഷർ പ്രോബ്, അങ്ങനെ പല ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് ചെയ്തു പോവുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ട് തന്നിട്ടുണ്ട്, ആ നോട്ട് നോക്കിയാൽ മതി. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു 7 തിയറീസ് മാത്രം എന്ത് ചെയ്യും ഇതിൽ പറയും. കാര്യം 20 മാർക്ക് 30-40 മാർക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അല്ല 30 മാർക്കിനുള്ള സാധനം എന്ന് ചോദിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആ തിയറീസ്, അതുകൊണ്ടാണ് ഇത്രയും എഫേർട്ട് ഇട്ട് ഞാൻ ഇത് എഴുതിയെടുക്കുക എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല, ഇത് വരച്ചെടുക്കുക എന്നുള്ള ചെറിയ കാര്യമല്ല, സമയം എടുക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമ്മൾ തിയറി കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലാസ്റ്റ് മോഡ്യൂൾ. ഇതിൻ്റെ നോട്ടെന്ന് പറയുന്നത് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ആ ഡിസ്ക്രിപ്ഷനിൽ നോക്കി പഠിച്ചോളുക. ഇതും കൂടെ വെച്ചിട്ട് അത് തിയറി എഴുതി തന്നെ പഠിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ തന്നെ നിങ്ങൾ പ്രസൻറ്റ് ചെയ്താൽ ഇതിന് ഫുൾ മാർക്ക് കിട്ടും. അല്ലാതെ ചുമ്മാ നമ്മൾ ഫിഗർ വരച്ചതിന് ശേഷം അതിങ്ങനെയാണെന്ന് പറഞ്ഞു പോയിട്ട് കാര്യമില്ല, അത് പ്രസൻറ്റ് ചെയ്യുകയും കൂടെ വേണം. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അത് നിങ്ങൾ ഈ ഒരു നോട്ട് റെഫർ ചെയ്ത് അത് ഇങ്ങനെ തന്നെ പ്രസൻറ്റ് ചെയ്ത് വെക്കുക. ആ പ്രസൻറ്റ് ചെയ്യുന്നതിന് ഒരു രീതിയുണ്ട്, എന്നാലേ ഫുൾ മാർക്സ് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഇതിന് കൂടുതൽ ഇത് എല്ലാം ആയെന്ന് ഞാൻ പറയുന്നില്ല. ഇതിന് നമുക്ക് മാക്സിമം ഇനിയും കാര്യങ്ങൾ ഒരുപാട് ആഡ് ചെയ്യാനായിട്ടുണ്ട്. പക്ഷേ നമുക്ക് മിനിമം ഇത്രയും കാര്യങ്ങളെങ്കിലും വേണം, എന്നാലേ അതിനൊരു 10 മാർക്ക് തരാനായിട്ട് പേപ്പർ നോക്കുന്ന ഒരാൾക്ക് തോന്നത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു നല്ല വൃത്തിയോടെ ഇത് കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ CFFനെ കുറിച്ച് പറയാനുള്ളത്, ഞാനിപ്പം നേരത്തെ പണ്ട് നിങ്ങൾ പഠിപ്പിക്കുന്ന ക്ലാസ്സിൻ്റെ കൂട്ടത്തിൽ ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഒരു 10 വീഡിയോയിൽ തീരും ഈ സംഭവം എല്ലാം. ഒരു ദിവസം എടുത്താലും ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണിത്. അത് ആലോചിച്ചോളുക. അപ്പോൾ അത് ഞാൻ കുറേ വീഡിയോസ് ഇങ്ങനെ റീപ്ലേസ്, നിങ്ങൾ പലരും പറയുന്നുണ്ട് പാർട്ടൊക്കെ മിസ്സിംഗ് ആണെന്നുള്ള, പാർട്ട് റീനെയിം ചെയ്യാനുള്ളതാണ്. ഞാൻ ഇപ്പം കഴിഞ്ഞ ദിവസം ഞാനൊരു 5 പാർട്ടായിട്ട് ചെയ്ത സാധനം കഴിഞ്ഞ ദിവസം ഞാൻ 2 വീഡിയോയിൽ തീർത്തായിരുന്നു. അത് പിന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള അത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പാർട്സൊക്കെ ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞു. അപ്പം അത് ഇന്ന് നാളെയായിട്ട് ഞാൻ എന്തായാലും ഒന്നുകൂടെ ഒന്ന് റീഷെഡ്യൂൾ ചെയ്ത് നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എന്തായാലും കംപ്ലീറ്റ് നിങ്ങൾക്കൊരു ഒറ്റ പാക്കേജായിട്ട് കിട്ടുന്ന രീതിയിൽ വരും. കാര്യം ഇത്രയും സമയം എടുത്തതെന്ന് പറഞ്ഞാൽ കാര്യം ഒരുപാട് സ്റ്റുഡൻസ് പല സബ്ജക്ട്സുകളും ചോദിച്ചു. ഇനി എന്തായാലും ചോദിക്കില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 10-ാം തീയതി വരെ, അത് കഴിഞ്ഞിട്ടേ തെർമോഡൈനാമിക്സ്, മോസ്, FM പിന്നെ അങ്ങനെയുള്ള സബ്ജക്ട്സിൻ്റെയൊക്കെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അത് അപ്ഡേറ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്തുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ അത് കഴിഞ്ഞ് മെക്കാനിക്സ്, ഗ്രാഫിക്സ് ഉണ്ടാവും. ഫസ്റ്റ് ഇയർ മെക്കാനിക്സ്, ഗ്രാഫിക്സ്, പിന്നെ അങ്ങനെയുള്ള ഫിസിക്സ് ഒക്കെ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ എന്തോ ആവണമെന്ന് അറിയാൻ വയ്യ. അപ്പം ഇതാണ് നമ്മുടെ CFFൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ. അപ്പം നിങ്ങളുടെ എന്താണ് ഡൗട്ടുള്ളത് എന്താണെന്നുള്ള ചോദിച്ചോളണം. പിന്നെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ ആലോചിച്ചോളണം. ചിലപ്പോൾ ന്യൂമറിക്കൽ എറേഴ്സൊക്കെ അതിൽ സംഭവിക്കുക. അപ്പോൾ നിങ്ങളത് കറക്റ്റ് ഒന്ന് കാൽക്കുലേറ്റർ അടിച്ച് നോക്കുക. ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നോക്കി എഴുതി വെക്കുന്നതായിരിക്കും. ഞാൻ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കാനുള്ള സമയമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ആ എറേഴ്സ് ഉണ്ടാവാം, അത് നിങ്ങൾ നോട്ട് ചെയ്തോളണം. അപ്പോൾ ഇത്രയാണ്. ഇതുപോലെ തിയറീസ് ബാക്കിയെല്ലാം 6 മോഡ്യൂൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണമെന്നാണ്. വിൽ കംപ്ലീറ്റ് ഇറ്റ്. ഇന്ന് വൈകുന്നേരം, ഇന്ന് ഇപ്പോൾ രാത്രി ഇരുന്ന് എഴുതിയ ശേഷം ഇന്ന് തന്നെ പറ്റുമെങ്കിൽ അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ നാളെ രാവിലെ ആയിട്ട് തിയറി ബാക്കിയുള്ളതിൽ കംപ്ലീറ്റ് ചെയ്യും.